അമ്മയുടെ കാന്താരി ചെടിയിൽ നിറയെ കാന്താരി മുളക് വന്നിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, അമ്മയുടെ സ്വന്തം ചെടിയില്ലേ, അപ്പോൾ അമ്മയെ കൊണ്ട് തന്നെ കാന്താരി മുളകെല്ലാം പറിപ്പിച്ചു. കാന്താരി മുളക് കണ്ടപ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് ഓടി വന്നത് കാന്താരി ചമ്മന്തിയും കപ്പയാണ്. കാന്താരി കണ്ടപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, വേഗം പോയി കപ്പ മേടിച്ചിട്ട് വന്നു. തൊലിയെല്ലാം കഴുകി വൃത്തിയായി ക്ലീൻ ചെയ്ത് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ട് വേവിക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് കപ്പയിട്ട ശേഷം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിൽ ഒരു വിസിൽ അത്ര തന്നെ ധാരാളം. ആ സമയം കൊണ്ട് തന്നെ നന്നായി വെന്തിട്ടുണ്ടാവും. അത് വെന്ത് വരട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. ഞാൻ കരയുന്നത് കാണുമ്പോൾ സങ്കടമാവുന്നുണ്ടോ? എന്തിനാ കരഞ്ഞതെന്നല്ലേ? ദൈവം മര ക്ലീൻ ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്തായാലും എന്നെ കരയിപ്പിച്ചല്ലേ, അപ്പോൾ അവന്മാർക്കൊരു മുട്ടൻ പണി കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ 10-15 ചെറിയുള്ളിയും ആവശ്യത്തിന് കാന്താരിയും ഉപ്പും കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തു. പക്ഷേ ചെറിയുള്ളി നന്നായി അരയാനും പാടില്ല, തരികളായിട്ട് കാണുകയും ചെയ്യണം. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അല്പം പച്ചവെള്ളച്ചെണ്ണയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഉഷാറായി. ദേ നമ്മുടെ കപ്പ നല്ലോണം വെന്ത് സൂപ്പറായി വന്നിട്ടുണ്ട്. അല്പം കട്ടൻ ചായയും ചമ്മന്തിയും കപ്പയും അടിപൊളി കോമ്പിനേഷൻ. നിങ്ങൾക്കിത് കാണുമ്പോൾ കൊതിയാവുന്നില്ലേ? ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.